ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം കർത്താവ് അരുളി ചെയ്യുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ദാനിയേലേ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് നമ്മെ തന്നെ ദൈവ തിരുമുൻപിൽ എളിമപ്പെടുത്താനായി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം നന്മകളെ നമുക്ക് നേടിയെടുക്കുവാനായി എളിമ എന്ന മഹാപുണ്യം നമുക്ക് സ്വന്തമായുണ്ടെങ്കിൽ അതിന് സാധിക്കും. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ നോക്കുമ്പോൾ ദൈവപുത്രൻ താഴെ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, നിസ്സഹായ അവസ്ഥയിൽ, ദാരിദ്ര്യ അവസ്ഥയിൽ പിറന്നതുപോലെ നമുക്കും നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങളെയും മറന്ന് എല്ലാം ദൈവം തന്ന ദാനം ഒന്നു മാത്രമാണ് എന്ന ബോധ്യത്തോടെ നമ്മുടെ ആരോഗ്യം, നമ്മുടെ പഠനം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ എല്ലാ ബന്ധങ്ങൾ, നമ്മുടെ സ്ഥാനമാനങ്ങൾ, നമുക്കിന്നുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന ബോധ്യത്തോടെ ഇന്നത്തെ ദിവസം കർത്താവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ, അങ്ങയുടെ എളിമയെന്ന മഹാപുണ്യം എനിക്ക് നൽകി ഇന്നത്തെ ദിവസം എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഇന്ന് മുഴുവൻ നമുക്ക് പ്രാർത്ഥിക്കാം. എളിമയെന്ന മഹാപുണ്യം നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരും സ്വായത്തമാക്കിയാൽ ആ കുടുംബം എത്ര അനുഗ്രഹപ്രദമായിരിക്കും. എളിമയെന്ന മഹാപുണ്യമാണ് പരിശുദ്ധ അമ്മയെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൂതൻ പറയാൻ കാരണം. എളിമയ്ക്ക് വേണ്ടി ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് എളിമയുണ്ടാകാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത പങ്കാളിക്ക് എളിമയുണ്ടാകാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളിൽ എളിമയുള്ളവരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കു വേണ്ടിയും ഇന്ന് പ്രാർത്ഥിക്കാം. എളിമ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സാധിച്ചെടുക്കുന്നതിന് ഒരു വലിയ അനുഗ്രഹമാണ്. അതിനാൽ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം മാറ്റി നിർത്തി ഇന്നത്തെ ദിവസം ഏറ്റവും അത്യാവശ്യമായ എളിമ എന്ന മഹാപുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എളിമ എന്ന ദൈവാനുഗ്രഹം സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ സകല അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കും. അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബത്തിൽ നാം ഉൾപ്പെടെ ഓരോരുത്തരും എളിമ കൊണ്ട് നിറയുന്നതിന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ യാത്രയിൽ അവിടുന്ന് കൂടെ ഇരുന്ന് സംരക്ഷിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും എളിമ സ്വായത്തമാക്കിയാൽ നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം ലഭിച്ചിരിക്കും. കർത്താവേ, ഇന്ന് എന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി എളിമ എന്ന മഹാപുണ്യം ഞങ്ങളിൽ ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എളിമ എന്ന മഹാപുണ്യം നിങ്ങൾക്ക് നൽകി നിങ്ങളെ വാനോളം കർത്താവ് ഉയർത്തി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം കരുണ തോന്നി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ യാത്രയിലും വഴികളിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തട്ടെ, സഹായിക്കട്ടെ, സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.